എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇത് ലേ ലഡാക്കിലെത്തി, നമ്മുടെ സ്വപ്ന നഗരം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബൈക്ക് റൈഡൊക്കെ ചെയ്യുന്നവരുടെ സ്വപ്ന സ്ഥലമാണിത്. ബൈക്കില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്, ബൈക്ക് എടുത്ത് പോരാൻ പറ്റാത്തതിൻ്റെ. പക്ഷേ അടിപൊളി കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. ഇതേ ലേയിലെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടുന്ന് ഷെയർ ക്യാബ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഒരുവിധം പിന്നെ മണാലി അങ്ങോട്ട് ആ സൈഡിലേക്കുള്ളതും പിന്നെ ഇവിടെ ലേലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ലോക്കൽ സ്ഥലങ്ങളിലേക്കുള്ള ഷെയർ ക്യാബ്, പിന്നെ ലോങ് ആണ് ശ്രീനഗർ, അങ്ങനെ പാങ്കോങ്, നുബ്ര വാലി, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തേക്കുള്ള വണ്ടിയും കാര്യങ്ങളും ക്യാബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഫുള്ള് ഷെയർ ക്യാബുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ കണ്ടോ മല തുരന്നിട്ട് വീടുണ്ടാക്കിയിരിക്കണ്. അടിപൊളിയല്ലേ? മലയുടെ പാറയുടെ സൈഡിലൊക്കെ ആയിട്ടൊക്കെയാണ് വീട് വെച്ചിരിക്കുന്നത്. എവിടെയൊക്കെ വീട് എങ്ങനെയൊക്കെ പരത്തി വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. മൊത്തത്തിലിത് ഒരു മറ്റേ പാറകൾ കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കണ്. സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു രസമുണ്ട്. പിന്നെ ഇതേ നമ്മളെ ഈ ഒരു എന്താണ് ഈ കെട്ടിയിട്ടുള്ള ഇതിൻ്റെ കാഴ്ചകൾ പൂരിന വൈക്ക് പലയിടത്തും കണ്ടിരുന്നു. ഇനി ഇതിൻ്റെ ഒരു പൂരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും പൊളി എന്ന് പറഞ്ഞാൽ പൊളി സംഭവമാട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് പാങ്കോങ് ലേക്കിലേക്കാണ്. പാങ്കോങ് ലേക്കിലേക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ലേക്കിൻ്റെ പ്രത്യേകതകൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. 7:30 ഇവിടുന്ന് ബസ്സുണ്ട്, ലേ ബസ് സ്റ്റാൻഡിൽ നിന്ന്. പിന്നെ ബസ് അത് എല്ലാ വെള്ളിയാഴ്ച ഇവിടുന്ന് പോവും, ശനിയാഴ്ച അവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ വെള്ളിയാഴ്ച പോയിട്ട് അവിടെ താമസിക്കൽ നിർബന്ധം, അല്ലെങ്കിൽ സ്വന്തം വണ്ടി വേണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ലേയിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബസ് ഇതേ പുറത്ത് റെഡിയാണ്. 10 മിനിറ്റ് കൊണ്ട് എടുക്കും. അതിന് മുമ്പ് തിന്ന് തീർക്കണം. ഇവിടെ ആകെയുള്ളത് ഈ റൊട്ടി മാത്രമാണ്. ഇത് പച്ചക്ക് തിന്നണം. അപ്പോൾ ടേബിൾ നോക്കുമ്പോൾ എന്തൊരു മുളകം തോന്നുന്നു. ഇവിടെ സൈഡിലിടാം, വെറുതെ പണി വാങ്ങണ്ടല്ലോ. ഉണ്ടാക്കാലോ. ബ്രേക്ക്ഫാസ്റ്റിന് തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആൾക്കാരാട്ടോ. കാശ്മീർ തൊട്ട് ഇങ്ങോട്ട് 10 മിനിറ്റ് കൊണ്ട് തീരോ നോക്കട്ടെ. ഏതായാലും നമ്മളെ യാത്ര ലേ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പാങ്കോങ് ലേക്കിലേക്കുള്ള യാത്ര. നമ്മൾ ലേയിലാണ്, ലേ സിറ്റിയിലാണുള്ളത്. ലേയാണ്. കുന്നിൻ്റെ മുകളിൽ ഐസ് ഉണ്ട് കേട്ടോ. എന്താ തണുപ്പ്, നല്ല തണുത്ത കാറ്റ്. രാവിലെ ആണെങ്കിൽ ഡോർമെട്രിയിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചത് നല്ല തണുത്ത വെള്ളത്തിൽ പൊള്ളി. പിന്നെ നല്ലതായി തണുപ്പത്തിന് വീണ്ടും തണുപ്പ് കൂടിയ സ്ഥലത്തിലേക്ക് പോവല്ലേ. അപ്പം ശരീരം ഒന്ന് ഉഷാറാവാൻ നല്ലതാണ് തണുപ്പ് സെറ്റ് ചെയ്യാൻ. അങ്ങനെ ഏതായാലും അടിപൊളിയാണ്. 7:00 ലേന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ 11-11:30 എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 5.5-6 മണിക്കൂർ യാത്ര ഉണ്ട് ഈ പാങ്കോങ് ലേക്കിലേക്ക്. പിന്നെ ഒറ്റക്കായതുകൊണ്ടും വേറെ കമ്പനികളൊന്നും കിട്ടാത്തതുകൊണ്ടും ഞാൻ ബൈക്ക് റെൻറ്റിനൊന്നും എടുത്തില്ല. ഒറ്റക്ക് അങ്ങനെ പോവാം. ഇപ്പോൾ അവിടെ കുടുങ്ങി പെടണ്ടായ സ്ഥലം. ഏതായാലും അന്വേഷിക്കാനൊന്നും സമയത്തില്ല. ഇന്നലെ രാത്രിയാണ്, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ലേയിലെത്തിയപ്പോൾ. രാവിലത്തെ നേരത്തെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴേ അന്വേഷിക്കാനും സമയം കിട്ടിയില്ല. അത് വേറെ റീസണും കൂടിയാണ്. ഏതായാലും നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഹിമാലയ മലനിരകളും കണ്ടുകൊണ്ടുള്ള യാത്ര തന്നെ അടിപൊളി. അപ്പോൾ ഞാൻ കാഴ്ചകൾ ആസ്വദിക്കണം. ലേന്ന് പാങ്കോങ് ലേക്കിലേക്കുള്ള യാത്ര കേട്ടോ. നല്ല രസമുള്ള വ്യൂ ആണ്. രാവിലത്തെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ചിട്ട് മലകളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ. ഫുള്ള് മണ്ണും കല്ലും തന്നെയാണ്.
അപ്പുറത്ത് ചെടി മരങ്ങളത് കുഴിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ, കണ്ടിട്ട് നട്ടു വളർത്തിയ പോലെ ഉണ്ട്, അല്ലാതെ ഒരു പ്രകൃതിപരമായിട്ടുണ്ടായ പോലെ അല്ല. ഏതായാലും പക്ഷെ നല്ല എല്ലാം കൊണ്ടും ഉണ്ട് അല്ലേ, എന്താ അറിയില്ല, ചിലപ്പോൾ പ്രകൃതിയുടെ വരദാനം തന്നെ ആയിരുന്നു. ഏതായാലും നല്ല രസമുള്ള വ്യൂ ആണ്. ഏതായാലും ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ കാശ്മീർ ലുക്ക് തന്നെ ഇപ്പോഴും ഭൂപ്രകൃതിയും ചുറ്റുപാടൊക്കെ വീണ്ടും മാറിയിട്ടുണ്ട്. ഇവിടെ കണ്ട റോസ്, പൂവും പുല്ലും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ മേലേക്കുള്ള വ്യൂ ഉണ്ടാവും. പിന്നെ അതേമാതിരി പാറ, മറ്റേ സ്ട്രോങ് പാറയായി. ഇതുവരെ ഈ സൈഡിലൊരു വയലറ്റ് പാറ, അത് അവിടെ കണ്ടാവും, ഒരു തരം വയലറ്റ് പാറയാണ് ഇവിടെയൊക്കെ. പിന്നെ പാറിൻ്റെയൊക്കെ കളറ് മാറി, സ്റ്റൈല് മാറി. ഓരോ 40-50 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് മൊത്തം ഭൂപ്രകൃതി മാറണം. വയലറ്റ് മല തന്നെയാണ് അങ്ങോട്ടൊക്കെ. റോഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതെ, അങ്ങനെ കറങ്ങിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം. ഈ മലൻ്റെ താഴൊക്കെ പോകണം അല്ലേ, അതെ, അവിടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ചരിവ് ഇങ്ങോട്ടല്ല, പിന്നെ അങ്ങോട്ടാണ് ഇതിൻ്റെ താഴേക്ക്. എന്താ ഓൾഡ് റോഡ്. വരുന്ന നമ്മളെ ലേന്ന് പാങ്കോങ്ങിലേക്കുള്ള വഴിയിൽ വണ്ടി നിർത്തിയ സ്ഥലത്തുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ. കാരു പറഞ്ഞ സ്ഥലം സിവിൽ എന്താന്ന് മനസ്സിലാവുന്നില്ല, ബാക്കിലിരിക്കുന്നത് അല്ലേ. ഇത് ഹീസ് ലോൺലിസ് ലഡാക്ക് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കണേ, മനസ്സിലാവണില്ല. ഏതായാലും ബുദ്ധല്ല, ഞാൻ ബുദ്ധയെന്ന് വിചാരിച്ചിരുന്നു. ബുദ്ധല്ല സംഭവം, ഇതൊരു സ്ത്രീയാണ്, ലേഡിയാണ്. അങ്ങനെ അപ്പോൾ നമ്മളെ ലഡാക്കിൻ്റെ കൊടിതോരണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. അതൊക്കെ കളറ് പോയി തുടങ്ങിയാലോ, പുതിയത് വെക്കാനായിക്കണ്. ഇതാണ് സ്ഥലം, ഖരു ഒരു ചെറിയ ടൗണാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. വെള്ളം, ജ്യൂസ്, കുറച്ച് മിഠായികളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടേ നമ്മളെ യാത്ര തുടങ്ങാൻ വേണ്ടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ മറ്റോടെ തന്നെ മറ്റേ റൊട്ടി പച്ചക്ക് തിന്നുകൊണ്ട് ഇനി ഉച്ചയാവണ വരെ വിശക്കും തോന്നണില്ല. ഇവിടുന്ന് എല്ലാവരും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും കയറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വിടാം. ഇവർ പിന്നെ പാങ്കോങ്ങുള്ളതാണ്. ഇവർ മറ്റേ വാസലിനാണ് കേട്ടോ കൈമ തേച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ് കൈമ തേച്ചോ മുഖത്ത് തേച്ചോ എന്നൊക്കെ കുറച്ച് എനിക്ക് തന്നു. ഞാനൊരിത്തിരി തേച്ചു, മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരിത്തിരി പേരിന് ഇവർ തന്നപ്പോൾ അപ്പോൾ ഇവിടുത്തെ ആളുകൾ വരെ അങ്ങനെയൊക്കെ കെയർ ചെയ്തിട്ടാട്ടോ പോണത്. നമ്മൾ ഇതുവരെ ഒരു കെയറുമില്ല, ഒരു തേങ്ങയിൽ എടുത്ത് ചാടി സാധനങ്ങളൊന്നുമില്ല. ടീഷർട്ട് ഇട്ടാണ്ടാണ് പിന്നെ ഫുൾ കൈ ഉള്ള വേറൊരു ടീഷർട്ട് ഉണ്ട് എന്നല്ലാതെ എടുത്ത് ചാടി സെറ്റപ്പുകളൊന്നുമില്ല. ഇവരെ കാട്ടിക്കൂട്ടൽ, ഈ നാട്ടുകാരെ കാട്ടിക്കൂട്ടലിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെന്താ, വേറിനോട്ട് വെച്ച് കാണാം, അല്ലാത്ത കാഴ്ചകൾ കാണാൻ ആസ്വദിക്കുക. തണുപ്പ് ഇഷ്ടമാണ് എന്ത് വിചാരിച്ചാണ്ട് ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. 17,000 അടി ഉയരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാർ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് എനിക്ക് പേടിയായത്. ഇതുവരെ ഇത് പ്രശ്നമില്ലായിരുന്നു. നോക്കിയതായാലും കാഴ്ചകൾ രക്ഷയില്ല, കിടുക്കാച്ചി കാഴ്ചകളായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ വാൻ എടുത്തതാണ് കൊണ്ടും കാരൂരിൽ നിന്ന്. അടിപൊളി വ്യൂ ആണ്.
സാറേ യാത്രയുടെ ഭംഗി കൂടി കൂടി വരികയാണ് മക്കളെ. ഒരു രക്ഷയില്ലായിരുന്നു, ഒരു രക്ഷയില്ല. അതേ ബാക്കിലേക്കുള്ള റോഡൊക്കെ ഉണ്ടോ? വൈബ് തന്നെ വൈബ്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബസ്സൊക്കെ പൊതുവേ വലിയ തിരക്കില്ലാതെ റഷില്ലാതെ പോകട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ എനിക്ക് ആ ബൈക്കിൽ കയറാത്തൊരു സങ്കടം ചെറുതായിട്ട് മാറുന്നത് നമ്മളിങ്ങനെ ഈ കാറ്റും കൊണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ കേട്ടോ. പൊള്ളി എന്ന് പറഞ്ഞ പൊളി. ഓ മോനെ എച്ചാതി തണുപ്പാ. ഓ ഇത് റോഡ് കണ്ടോ, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ മല കയറുക. 17,000 ഫീറ്റിലേക്ക്, 17,000 ഫീറ്റിലേക്കാ. വയ്യ, കാത്തിരിക്കാൻ വയ്യ. ഗ്ലാസ്സിൽ ഫുള്ളേ പൊടിയായിട്ട് ബാക്കിലേക്കുള്ള കാഴ്ച ക്ലിയർ അല്ല. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. ഈ ഒരു 3 സീറ്റ് ഫുള്ള് നിൽക്കാം. ഇതാണ് ബസ്സിന് ഉള്ളിലെ വൈബ് കേട്ടോ. നല്ല വൈബാ. ഒരു അടിപൊളി വാലി. മല കയറുമ്പോൾ അടിക്കുള്ളൊരു വ്യൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കിട്ടൂല. മലൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ അറിയില്ല. ഏതായാലും ആ വാലി കാണാൻ നല്ല രസമുണ്ട്. നല്ല മരങ്ങളും വീടുകളും പച്ചപ്പും അടിയത്തെ റോഡും സ്ട്രെയിറ്റ് റോഡ്. നിങ്ങൾ നോക്കുമ്പോൾ ശരിക്കും ഇവിടെ ശരിക്ക് ദുബായിൽ അല്ലെങ്കിൽ റാസൽ ഹൈമയിലൊക്കെ എത്തിയ മറ്റേ നമ്മളെ ജബൽ ഹൈസ് എന്താണ് അവിടെയൊക്കെ പോയാൽ അതുപോലെ തോന്നുന്നു. കാരണം അങ്ങനത്തെ മലകൾ, കയറ്റം, ഇങ്ങനത്തെ ഈ പൊടി മണ്ണ്, പാറകൾ, ഇതൊക്കെ കാണുമ്പോൾ അടിയിൽ കുറച്ച് പച്ചപ്പുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫീൽ ചെയ്യുക. മേലൊന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം നമ്മളെ ദുബായ് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ വഴികൾ തോന്നുന്നുണ്ടോ. ആ താഴേക്ക് അത് കണ്ടോ, താഴെ ആ കാറൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ബസ്സിൽ ഒരു മിഡിൽ ഈസ്റ്റ് ലുക്ക് ഉണ്ട്. ഓ എനർജി ആയിട്ടോ, എനർജി ആയി. തണുപ്പണ്ട് അടിച്ചപ്പോൾ എനർജി ആയി. ദേ ഇവിടെ ഒരു യൂട്യൂബ്. ഇവിടെ ദേ ഒരാൾ വേൾഡ് ട്രാവലിംഗ്. ഇസ് ഫോർ who? This person? Oh, okay, you're from? Brazil. Eh? Brazil. Brazil. Wow. I also have a small YouTube channel, but not, you know. Nice to meet you. Okay, how many followers? Oh, there is also a dog inside. Yeah, my dog. Wow. They're traveling around the world. So I also showing your YouTube channel. Wow, that's nice. So you started from Brazil by this one. Wow, that's nice. So how many countries? I'm going to Vietnam. 37 until now. 37 countries now. 37. Now you're going to Vietnam. I'm going to Thailand, Nepal, Thailand, Cambodia, Laos, Vietnam, Mexico, then cycling to Brazil. Wow. ഇനി നേപ്പാൾ, തായ്ലൻഡ്, വിയറ്റ്നാം അങ്ങനെ പോവും. അപ്പോൾ 37 രാജ്യം ഓൾറെഡി ആയിട്ടോ. ഈ മല ഈ പിന്നെ യു ആർ ഗോയിങ് ടു പാങ്കോങ് ടുഡേ? ഓ പാങ്കോങ്ങിലേക്ക് ഈ മല ഫുള്ള് ആ സൈക്കിളിലാണ് കയറുന്നത്. പൊളി. വാവ്, കൺഗ്രാറ്റുലേഷൻ. നൈസ് ടു മീറ്റ് യു. Oh, nice to meet you. Good luck. താങ്ക് യു. ഇതാണ് ആശാൻ്റെ സൈക്കിള്. അത്യാവശ്യം വേണ്ട എല്ലാവിധ സെറ്റപ്പുകളും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും, ആൾക്കുള്ള ഫുഡ്, വെള്ളം, ടെൻറ്റ്, സകല സാധനങ്ങളും. അതിന് പുറമേ ദേ ഒരു ഡോഗും ഉണ്ട്. ഇതും ബ്രസീലിൽ നിന്നാണെന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മളെ ഇവിടെ ഒരു പാസ് വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിലേ പാസ് വേണം. ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പാസ് എടുക്കാൻ മറക്കണ്ട. ഈ പിന്നെ പാങ്കോങ്ങിലേക്ക് നുബ്ര വാലിയൊക്കെ പോകണമെങ്കിൽ പാസ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇതേ എന്തൊക്കെയോ എഴുതിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഇതേ ഇങ്ങനെ ഒരു വ്യൂ ആണ്. അവിടെ മലൻ്റെ മേലെ മറ്റേ എന്താണ് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദേ വേറെയും ട്രാവലേഴ്സ് ഉണ്ട് കേട്ടോ. വണ്ടിയൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടത്. ഇത് കണ്ടിട്ടാണ് മനുഷ്യന് ആ ബൈക്കിൽ പോകുന്നത് കണ്ടിട്ടാണ്. വെൽക്കം ടു കാരു. കാരു തന്നെയാണല്ലോ. കാരു കഴിഞ്ഞിട്ടില്ല, കാരു തന്നെയാണുള്ളത്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ ഇനിങ്ങനെ ഈ യാത്ര തുടരാൻ പോവാം നമ്മൾ. പൊളി വൈബാ. അങ്ങനെ കരുവിനോടും യാത്ര പറഞ്ഞ് നമ്മളെ യാത്ര തുടരവേ
മുകളിൽ നമുക്ക് ഐസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ലോകത്തിലെ 3ാമത്തെ മോട്ടോർ റൈഡ് ചെയ്യാൻ പറ്റുന്ന ചാങ്ല പാസ്. ചാങ്ല പാസിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.